ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടൊരു തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തിന് ഒരു ബെല്ലൈക്കണും കൂടി കാണാൻ പറ്റും, അതിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പം തന്നെ വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചിരകിയിട്ടല്ലാട്ടോ എടുക്കുക. ഇതിൽ നമ്മൾ തേങ്ങാക്കൊത്ത് അടർത്തി എടുത്തിട്ടാണ് ഇത് ചെയ്യണത്, ചമ്മന്തി ചെയ്യണത്. ശരിക്കും ഇതിന്റെ ഒതന്റിക് റെസിപ്പി എന്ന് പറയുന്നത് കനലിൽ ചുട്ടിട്ടാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കനലിൽ ചുടാനായിട്ട് നിർവാഹമില്ല. കനലിൽ ചുടാണ്ട് എങ്ങനെയാണ് ചട്ടിയിൽ ചെയ്യാന്നാണ് ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ. ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ തേങ്ങാക്കൊത്ത് അടർത്തി എടുക്കണ പോലെ ഇതുപോലെ എടുക്കാം. ഇത്തിരി ബലമുള്ള കത്തി വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫുള്ളായിട്ടും ഇതുപോലെ തേങ്ങാക്കൊത്ത് അടർത്തി എടുത്തിട്ടുണ്ട്. പലതും പല നീളത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തില്ല, കുറച്ച് നീളം ഉണ്ടായിരുന്നതെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചട്ടിയിൽ ചുട്ടെടുക്കണ സമയത്ത് അല്ലെങ്കിൽ അത് റോസ്റ്റ് ചെയ്തെടുക്കണ സമയത്ത് എല്ലാം ഒരേ ടൈമിൽ കളർ ചേഞ്ച് ആവാനായിട്ട് നമ്മളിത് സഹായിക്കും. അരച്ചെടുക്കുമ്പോഴാണെങ്കിലും ഇത് ഒരുപോലെ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് നിർബന്ധമില്ല എങ്ങനെ ചെയ്യണമെന്ന്. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് കൂടാതെ നമുക്ക് ചെറിയുള്ളി വേണം ചമ്മന്തി അരയ്ക്കാനായിട്ട്. ഒരു 4-5 ചെറിയുള്ളി എടുക്കാം കേട്ടോ. ഇത് ചെറിയുള്ളി ഭയങ്കര ചെറിയ വലിപ്പമായതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നതാണ്. 3 എണ്ണം ഒന്നിച്ച് വെച്ചാലേ ഒരു സാധാ ഒരു ചെറിയുള്ളിയുടെ വലിപ്പമാവുള്ളൂ. അപ്പോൾ ഒരു 4-5 ചെറിയുള്ളി എടുക്കാം. പിന്നെ നമുക്ക് ഉണക്കമുളക് വേണം. ഞാനിവിടെ സാധാ ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്. ഒരു 7 എണ്ണോ അല്ലെങ്കിൽ 8 എണ്ണോ എടുത്താൽ മതി. അരമുറി തേങ്ങയ്ക്ക് 7 എണ്ണം 8 എണ്ണം ഒക്കെ എടുത്താൽ തന്നെ നല്ല എരിവുണ്ടാവും. പിരിയമുളകിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിരിയമുളകിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എരിവ് കുറവായിരിക്കും, പക്ഷെ ചമ്മന്തിക്ക് ഭയങ്കര റെഡ് കളർ ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഇഞ്ചി വേണം. ഇതൊരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ടമുണ്ട്. പിന്നെ പുളി വേണം. പുളി കോൽപ്പുളി അഥവാ വാളംപുളി. പുളി നമുക്കൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു ഉണ്ട എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഇത് കൂടാതെ നമുക്ക് അല്പം ഉപ്പും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചമ്മന്തിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചമ്മന്തി ശരിക്കും കനലിലാണ് ചുട്ടിട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കനലിൽ ചൂടാണ്ട് എങ്ങനെയാണ് ചട്ടിയിൽ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമുക്ക് കനലിൽ ചുട്ട് ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് ചട്ടിയിൽ ചെയ്യുമ്പോൾ കിട്ടില്ല. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇത് 7 ഉണക്കമുളകുണ്ട്. ഞാനിതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടില്ല. ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഞെട്ട് കളയാം. എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. ഈ റെഡ് കളർ ഒന്ന് മാറിയിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു ബ്ലാക്ക് കളർ വരുമ്പോഴാണ് ഇത് നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റണത്. അപ്പം അതുവരേക്കും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. തേങ്ങയും മുളകും ഒന്നിച്ചിട്ടിട്ടും നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് മുളക് നല്ല കറക്റ്റ് ആയിട്ട് പാകത്തിന് വരിക. ആ ഒരു ചുട്ട എഫക്റ്റിൽ വരുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആവണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഒരു സൈഡിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ സൈഡിന്റെ കളർ ചേഞ്ച് ആകുമ്പോൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല കേട്ടോ. ഇപ്പോൾ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുണ്ട്. നമുക്കത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഉണക്കമുളക് നമ്മൾ റോസ്റ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ചട്ടി ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. തേങ്ങാക്കൊത്തും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എല്ലാം ഒന്ന് കളർ ചേഞ്ച് ആയി വരണവരെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. ചട്ടി ഒത്തിരി ചൂടായി തോന്നുകയാണ്, ചെറുതായിട്ടൊക്കെ പുകയാണെന്നുണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഉണക്കമുളക് പോലെയല്ല, തേങ്ങാക്കൊത്ത് ബ്രൗൺ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത്തിരി ക്ഷമയോട് കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം കുറച്ചായിട്ട് ബ്രൗൺ കളറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പെട്ടെന്ന് ആയിക്കോളും. ഇപ്പൊ ആ വൈറ്റ് കളറൊക്കെ പോയിട്ട് ഒരു ഉണങ്ങിയ തേങ്ങയുടെ പോലെ ആയിട്ടുണ്ട്. കുറച്ച് ഭാഗമൊക്കെ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും നമുക്ക്. ഈ ഒരു പരുവം വരുമ്പോൾ തീ ഓഫ് ചെയ്യാം, പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഉണക്കമുളകും തേങ്ങാക്കൊത്തും റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാം. മിക്സി ജാറിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഞെട്ട് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അരയാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇഞ്ചിയും അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി പുളി ചേർക്കാം. പുളി ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ചേർക്കാം. 5-6 കറിവേപ്പിലയുടെ ഇല ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പൊ സാധാ വിധത്തിൽ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാറില്ല അല്ലെ. കാരണം തേങ്ങയുടെ അകത്ത് തന്നെ ആ ഒരു തേങ്ങാപ്പാലിന്റെ ആ ഒരു നനവുണ്ടാവും. അപ്പൊ ആ ഒരു നനവ് മതി ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട്. പക്ഷെ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നനവ് ഇതിനകത്ത് ഒട്ടുമില്ല. കാരണം തേങ്ങാക്കൊത്താണെങ്കിൽ നമ്മൾ ഓൾറെഡി വറുത്തെടുത്തേക്കുമല്ലേ, ഭയങ്കര ഡ്രൈ ആണ്.
അപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ഒരു ലിക്വിഡായിട്ട് എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക, രണ്ടാമത്തത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരയ്ക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോഴും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കൂടി വന്നാൽ അത്ര മാത്രം മതി. ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കണ പോലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് 2-3 വട്ടം അടിച്ചതിന് ശേഷം ജാറൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് സൈഡിലോട്ട് ഇരിക്കുന്ന എല്ലാം ഒന്ന് ഒതുക്കി താഴ്ത്ത് വെച്ചിട്ട് അടച്ചിട്ട് ഒന്നുകൂടി അടിക്കാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളെ മിക്സിയുടെ അതനുസരിച്ചിരിക്കും എത്ര പെട്ടെന്ന് അറിയുന്നുള്ളത്. ഇപ്പം എനിക്ക് ഇത്ര തവണ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഒരു പാകം എന്ന് പറയണത് എല്ലാം നല്ലപോലെ അറിയാൻ വേണം, ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ ഇത് ഏകദേശം പകുതി അരഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് പോരാൻ തോന്നുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാകത്തിനായിട്ടുണ്ട്. കണ്ടോ, നല്ല തരി നിൽക്കുന്നത് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവാനും പാടില്ല, എന്നാൽ എല്ലാം നല്ലോണം അരയും വേണം. ചെറിയൊരു തരി നിൽക്കുന്ന രീതിയിൽ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ഉപ്പും എരിവൊക്കെ നോക്കാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.